ഇത് ഫുള്ളില്ല കുതിരയ്ക്ക് യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ്. അപ്പം ഞാനിത് ഈ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് എന്താണ് ഏതാണ് സാധനം എന്താണെന്ന് മൊത്തത്തിലൊന്ന് പറയുന്നത്. എന്താ സാധനം? റാസ്പ്. അതായത് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ചെയ്യണം. മിൽക്ക് പണികൾ നടത്തുന്ന സാധനം, ഷേപ്പിംഗ് ചെയ്യുന്ന സാധനം, ബാലൻസ് ചെയ്യണം. ആ ഇപ്പം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡേറ്റ് കുറച്ചിട്ടാണ് ബാലൻസ് ചെയ്യുക. ഓക്കെ. ഇതോ ഈ സാധനം? അത് നിപ്പർ. ആ വളർന്നു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം. മറ്റേ എക്സ്ട്രാ നിൽക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുന്ന സാധനം നിപ്പർ. ഇതാണ് പിന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നൈഫ് ഇതായിട്ട് നമ്മൾ കട്ട് ചെയ്യുക, ചെത്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെത്തിട്ട്. ഇത് നമ്മൾ ഇത് ഈ സൈഡായിട്ട് പഴയ ഷൂസ് ഊരാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇത് വെച്ചിട്ട് ഹാമർ വെച്ചിട്ട് അടിക്കും. ഓക്കെ. പഴയ ലാട അഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഈ ഭാഗം പുതിയ ലാട അടിച്ചിട്ട് ആണി നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്യും. അതിൻ്റെ അടിയിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. ആണിയുടെ കുറച്ച് അടിയിൽ ഇത് ആണി അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി ഹോളാക്കിയിട്ട് പിടിച്ചിട്ട് മടക്കി വെക്കും. ഇത് ക്ലിഞ്ചർ. ഓക്കെ. അപ്പോൾ കണ്ടില്ലേ, ഒരു കുതിരനെ ലാടം ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൂൾസൊക്കെ നിർബന്ധമല്ലേ? ഇതില്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയില്ലല്ലോ. ഈ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അറിയാത്തവർക്കായിട്ട്. ഇതാണ് കുതിരൻ്റെ ഷൂ, ലാടെന്ന് പറയുന്ന സാധനം. ഇത് പഴയ ലാടമാണ്, പഴിച്ചെടുത്തതാണ് മുത്തുവിൻ്റെ കാലിൽ നിന്ന്. ഓക്കെ. പുതിയതോടെ ഉണ്ട്, വീട്ടിലുണ്ട്. ഓക്കെ. ഇത് പലർക്കും ഡൗട്ട് ഉണ്ടാവും കേട്ടോ, അതെന്താണ്. ഇത് ശരിക്കും മെറ്റലാണ്, ഇരുമ്പല്ലേ ഈ സാധനം? കാസ്റ്റ് ചെയ്യാൻ ശരിക്കും മെറ്റലാണ്. നമ്മൾ റോട്ടിലൊക്കെ പോകുന്ന സമയത്ത് ടക്ക് ടക്ക് ടക്കിന് സൗണ്ട് കേൾക്കുന്നത് ഇതിൻ്റെ സൗണ്ടാണ്. മനസ്സിലായി?